ഹലോ, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10th ലെവൽ പ്രിലിമിനറിയുടെ രണ്ടാം ഘട്ട പരീക്ഷ നടന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയുണ്ടാകും, പരീക്ഷയുമായി ബന്ധപ്പെട്ട വിശകലനം, പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളിലേക്ക് കടക്കുക. അത് ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതുപോലെ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യം എന്താണ്, ചോദ്യത്തിൻ്റെ രീതി എന്താണ് എന്ന് പറയാം. കഴിഞ്ഞ ആദ്യ ഫേസ് നടന്ന ആ ചോദ്യത്തെ ഒരു പരിധി വരെ ആവർത്തിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ ആ മോഡലുകൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചു എന്നതാണ് ഇന്നത്തെ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യവും ഉൾപ്പെടുത്തി 2.5 മണിക്കൂറിലധികം വരുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതിനോടൊപ്പം ഉള്ള വസ്തുതകൾ, അതിൻ്റെ അനുബന്ധ വസ്തുതകളിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ ഇന്ന് ചോദിച്ചു എന്ന സന്തോഷകരമായ വസ്തുത ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ചോദ്യം അതേപടി അതേ പാറ്റേണിലേക്ക് കൊണ്ടുവന്നു എന്നതുകൂടെ എടുത്തു പറയേണ്ട വസ്തുതയാണ്. മാത്സിൽ 20 ചോദ്യങ്ങളാണ് ഇന്ന് ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച അതേ പാറ്റേണിലേക്ക് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങൾ പാറ്റേണിൽ നിന്ന് ചെറിയ വ്യത്യസ്തമായി ചോദിച്ചു. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യ പേപ്പറുകളിൽ 19 ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ളതും ഒരു ചോദ്യം കറക്ഷൻ ഉള്ളതുമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചോദ്യ രൂപത്തിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. അതേ മാതൃകയിൽ ഇന്നും ഒരു ചോദ്യം ആവർത്തിച്ചു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഈ 20 ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് അതേപടി വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ നോക്കിയ ആൾക്കാർക്ക് ഇന്ന് 20ൽ 19 ചോദ്യങ്ങൾക്കേ ഉത്തരമുള്ളൂ. ആ 19 ചോദ്യങ്ങളും എത്തിപ്പെടാൻ സാധിക്കുമെന്ന വ്യക്തമായ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. മറ്റു സബ്ജക്റ്റുകളിലേക്ക് കടക്കുമ്പോൾ സയൻസിലേക്ക് വരണം. 20 ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അതിൽ 80% മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആസ്പദമാക്കിയാണ് ചോദിച്ചതെങ്കിൽ ഇപ്രാവശ്യം അത് 90%-ലധികം മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആസ്പദമാക്കി ചോദിച്ചു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് സ്കോർ ചെയ്തതിനേക്കാൾ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ മുൻവർഷ ചോദ്യ പേപ്പറും കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യങ്ങളുടെ അനുബന്ധ വസ്തുതകളും നോക്കിയ ഒരു വ്യക്തിക്ക് സാധിക്കും എന്ന തിരിച്ചറിവ് കൂടെ ഉണ്ടാവുക. മൂന്നാമതേക്ക് വന്നാൽ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയുമായി 20 ചോദ്യങ്ങൾ ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ജോഗ്രഫിയുടെ ചോദ്യങ്ങളുടെ എണ്ണം ഇപ്രാവശ്യം കൂടുതലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ചോദ്യത്തിന്റെ ഇരട്ടിയോളം ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് 20 ചോദ്യം കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എന്നതിൽ നിന്ന് ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ജോഗ്രഫി എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ 5 ചോദ്യങ്ങൾ ചോദിച്ചു എന്ന സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ആ ജോഗ്രഫി കഴിഞ്ഞാൽ കേരള ചരിത്രത്തിലേക്ക് വന്നാൽ, കേരള നവോത്ഥാനത്തിലേക്ക് വന്നാൽ, കേരള അടിസ്ഥാന വിവരങ്ങളിലേക്ക് വന്നാൽ, അതായത് കേരളവും കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളും കേരളത്തിലെ നവോത്ഥാനവും കേരളത്തിലെ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം ചോദിച്ചത്. ആ 10 ചോദ്യങ്ങളിൽ 7ഓളം ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ചതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച അതേ പാറ്റേണിൽ അതേ പോർഷനിൽ നിന്ന് തന്നെ ചോദ്യം ചോദിച്ചു എന്നതും ഈ പരീക്ഷയുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ 7 ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുണ്ടായിരുന്നത്. ആ 7 ചോദ്യങ്ങളിൽ 4ലധികം ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം 12 ചോദ്യങ്ങൾ ചോദിച്ചു എങ്കിൽ ഇപ്രാവശ്യം 13 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ 10 ചോദ്യങ്ങളും ലളിതമായ ചോദ്യങ്ങളായിരുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 10ഓളം ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ വിവിധ പരീക്ഷകൾക്കായി ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വന്നാൽ 90 മാർക്ക് കഴിഞ്ഞ് ബാക്കി വരുന്ന 10 മാർക്ക് ചോദിച്ചത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം താരതമ്യേന ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളായിരുന്നു. ആ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളിൽ തന്നെ ലക്ഷ്യ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് പുസ്തകത്തിൽ നിന്ന് 6 ചോദ്യങ്ങളോളം ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാണെന്ന് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്ന വസ്തുത 10ൽ 8 ചോദ്യങ്ങളും ലക്ഷ്യയുടെ ടെക്സ്റ്റിൽ നിന്നുണ്ടായിരുന്നു. അതിനു പുറമെ തന്നെ കമ്പാരിറ്റീവ്ലി അത്ര ബുദ്ധിമുട്ടേറിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ആയിരുന്നില്ല ഇപ്രാവശ്യത്തത്. എന്നാലും
രണ്ടോളം ചോദ്യം 2-3ഓളം ചോദ്യങ്ങൾ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ തന്നെയാണ്. 10ൽ 6 ചോദ്യം അല്ലെങ്കിൽ 5-6 ചോദ്യങ്ങൾ ഒരു വ്യക്തിക്ക് എഴുതി ശരിയാക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റും വ്യക്തമായി വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ ഓവറാൾ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന, അതായത് phase 1-ൽ നടന്ന പരീക്ഷയെ അപേക്ഷിച്ച് താരതമ്യേന ഇത് ലളിതമാണ്. അതിനെ അപേക്ഷിച്ച് താരതമ്യേന ലളിതമാണ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണെന്നോ വളരെ ലളിതമാണെന്നോ എന്ന് എടുത്തു പറയാൻ പറ്റില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ ലളിതമാണ്. എന്നാൽ phase 1-ൽ നടന്ന പരീക്ഷയെ ബേസ് ചെയ്ത് ഈ ഒരാഴ്ച കൊണ്ട് തയ്യാറെടുത്ത അതിന്റെ അനുബന്ധ വസ്തുതകൾ നോക്കിയ ആൾക്കാർക്ക് ആ പാറ്റേൺ ഒന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടെ ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് ചോദ്യങ്ങളെ സമീപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ലഭിക്കാവുന്നതിനേക്കാൾ 2 മുതൽ 5 മാർക്ക് വരെ കൂടുതൽ നേടിയെടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പൊതുവെ ബുദ്ധിമുട്ടേറിയ മാത്സ്, സയൻസ് സബ്ജക്റ്റുകൾ അപ്പാടെ ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ആദ്യത്തെ ചോദ്യപേപ്പർ വ്യക്തമായി മനസ്സിലാക്കുകയും അതിന്റെ അനുബന്ധ വസ്തുതകൾ പഠിക്കുകയും ചെയ്തു എങ്കിൽ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെറിറ്റ് തന്നെ ആയിരുന്നു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇനി ഈ പരീക്ഷ ലളിതമായിരുന്നു, അതിനാൽ ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതിയ വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് എൻ്റെ അവസരം നഷ്ടപ്പെട്ടു. ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. സാധാരണ PSC പരീക്ഷ ഏകീകരിക്കുന്നത് അതൊരു വളരെ ബൃഹത്തായ ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ എങ്ങനെയാണ് PSC പരീക്ഷകൾ അല്ലെങ്കിൽ SSC പരീക്ഷകൾ അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയെ ഏകീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലാവും. അതിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കണം, മീൻ ഡീവിയേഷൻ എടുക്കണം, അത് ബന്ധപ്പെട്ട ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിലേക്ക് വന്നിട്ടൊരു സ്കോറിലേക്ക് എത്തിപ്പെടും. അതിനുശേഷമാണ് സ്വാഭാവികമായും നമുക്കൊരു മാർക്ക് അസൈൻ ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയെ അപേക്ഷിച്ച് ഈ പരീക്ഷ കുറച്ചുകൂടെ ലളിതമാകുമ്പോൾ കഴിഞ്ഞ പരീക്ഷ എഴുതിയ വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ലഭിച്ച മാർക്കിനേക്കാൾ 2 മുതൽ 5 മാർക്ക് വരെ അവരെഴുതിയ ചോദ്യത്തിന്റെയും മറ്റു കാര്യങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് 2 മാർക്ക് 5 മാർക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ 2-3 മാർക്കുകൾ അവർക്ക് സ്വാഭാവികമായി കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് പരീക്ഷ എഴുതുന്നു എന്നതിലല്ല ഇമ്പോർട്ടന്റ്, ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടേറിയ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അവർ നേടിയ മാർക്കിനേക്കാൾ ഉയർന്ന മാർക്ക് ലഭിക്കുകയും ലളിതമായ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യം സ്വാഭാവികമായി കിട്ടുകയും ചെയ്യും. അതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരീക്ഷ കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടായിരുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് അവസരം? സ്വാഭാവികമായും എന്ത് ചെയ്യാവും, ആ ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മാർക്ക് കൂടുതൽ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഫോർമുല വെച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരീക്ഷ എഴുതിയ ആൾക്കാർ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനിയും 2 ഘട്ടങ്ങൾ കൂടെയുണ്ട്, phase 3-ഉം phase 4-ഉം ഉണ്ട്. അപ്പൊ ഇന്നത്തെ പരീക്ഷയെ വെച്ച് വിലയിരുത്തുമ്പോൾ phase 2-ൽ തീർച്ചയായും 60 മാർക്ക് അതിന് മുകളിൽ സ്കോർ ചെയ്ത ആൾക്കാർക്ക് തുടർന്ന് വരുന്ന എല്ലാ പരീക്ഷകളുടെയും മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക. 60 കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് 60 അല്ലേ? ആണ്. ഇന്നത്തെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞതുമായി താരതമ്യം ചെയ്യുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും 60 മാർക്ക് കംഫർട്ടബിൾ ആണ്. എന്നാൽ ലാസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു 45 മാർക്കാണ് പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ ഉയർത്തുന്നു. 47-50 47-48 റേഞ്ചിന് മുകളിൽ മാർക്ക് വരുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായും ഈ പറഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് സെക്രട്ടേറിയറ്റ് ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിൽ 52+ മാർക്കിലേക്ക് കിട്ടുന്ന ആൾക്കാർക്ക്, LD ക്ലർക്ക് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് 60+ മാർക്കിലേക്ക് വരുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായി മെയിൻ എഴുതാൻ സാധിക്കും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് കഴിഞ്ഞ പരീക്ഷ ഈ പരീക്ഷയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പരീക്ഷ ചെറിയ രീതിയിൽ ലളിതമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്കും അതിന്റെ ആനുകൂല്യം തീർച്ചയായും സ്റ്റാൻഡർഡൈസേഷന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം phase 3-4 എഴുതുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 1-2 ഘട്ടങ്ങളുടെ സ്വഭാവം സമാന സ്വഭാവമായിരുന്നതിനാൽ 90% സാധ്യതയുണ്ട് phase 3-ക്കും 4-ഉം ഇതേപോലെ വരാൻ. ഞാൻ പറഞ്ഞത് 100% സാധ്യത അങ്ങനെയൊന്നുമല്ല, 90%. ഒന്നാം ഘട്ടം അതേപടി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മൂന്നാം ഘട്ടത്തിനും അത്തരമൊരു സാധ്യതയുണ്ട്. ആ സാധ്യത മാത്രം മുൻകൂട്ടി കണ്ടു പോകരുത്. കാരണം ഒരു പരീക്ഷയ്ക്ക് നമ്മൾ വിജയിക്കുന്നതിൽ നമ്മുടെ ആത്മവിശ്വാസത്തിന് വലിയ ഘടകമുണ്ട്. നമ്മൾ ഇതും പ്രതീക്ഷിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ചോദ്യരൂപത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ അപ്പാടെ തകർന്നു പോകരുത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള വസ്തുതകൾ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പരീക്ഷ എഴുതുക. ഇനി ഇതിൽ
ഇതിനോടനുബന്ധിച്ച് ഇത് തുടർന്നു വരുന്ന വീഡിയോകൾ ഇന്നും രണ്ടാം ഘട്ടം, അതിലെ 100 ചോദ്യങ്ങളും അതുമായി അനുബന്ധിച്ച വസ്തുതകൾ, തീർച്ചയായും അനുബന്ധ വസ്തുതകൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആ ലിമിറ്റഡ് ടൈം കൊണ്ട്, ഒരാൾ കാണുന്നതിന് പരിമിതിയുണ്ട്, ലിമിറ്റഡ് ടൈം കൊണ്ട് 2-2.5 മണിക്കൂറുകൾ കൊണ്ട് പൂർണ്ണമായും 100 ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഇന്നും വീണ്ടും വിശദമായ രൂപത്തിൽ ഇടുകയും അതിന്റെ ഇൻഡിവിജ്വൽ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. സ്വാഭാവികമായി നിങ്ങളത് വീണ്ടും കാണുക, അത് വീണ്ടും വിലയിരുത്തുക, അതിനനുബന്ധിച്ച് ഭംഗിയായി പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച വസ്തുതകൾ വ്യക്തമായി റിവൈസ് ചെയ്യുക. എപ്പോഴും പരീക്ഷയ്ക്ക് വിജയിക്കുന്നത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലല്ല, ആ പരീക്ഷ നമ്മൾ പഠിച്ച വസ്തുതകൾ എങ്ങനെ എഴുതുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച വസ്തുതകളെ വ്യക്തമായി റിവൈസ് ചെയ്ത് ആ പരീക്ഷയ്ക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യതയോടുകൂടി ഉത്തരവെഴുതുമ്പോൾ വിജയം നിങ്ങളോടൊപ്പം ഇരിക്കും. താങ്ക് യു.